നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം കൊണ്ടുവരാൻ വേണ്ടി ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ കൊണ്ടുവന്നത് ആരാണെന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അത് കൊണ്ടുവന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ്. അതായത് നിവിൻ പോളിയെ പോലെ ഒരാളുടെ പേരിൽ ഒരു വ്യാജ ആരോപണം കൊണ്ടുവന്നാൽ ഈ കേസിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ബാക്കിയുള്ള ആളുകളും വന്നിരിക്കുന്ന പെൺകുട്ടികളും ഒക്കെ വ്യാജ ആരോപണം നടത്തും ആണ് നടത്തുന്നത്. അതിനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമയ്ക്കകത്തുള്ള ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ തന്നെയാണ് ആ സ്ത്രീയെ ഈ പരാതിയുമായി കെട്ടിച്ചമച്ചയച്ചെന്നാണ് ഞാൻ പറയും. പിന്നെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ചോദിക്കട്ടെ. കുറെ നേരമായിട്ട് എന്ന് പറയുന്നുണ്ട് ഭാഗ്യലക്ഷ്മി രേവതിയൊക്കെ അങ്ങ് വാഴ്ത്തി പാടുന്നുണ്ട്, നിലപാടുള്ളവരാന്ന് പറയുന്നു. ഭാഗ്യലക്ഷ്മിക്ക് എന്താണ് നിലപാട്? ഈ പറഞ്ഞ ഭാഗ്യലക്ഷ്മിയാണ് 2 ദിവസം മുമ്പ് ഈ ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയുടെ മീറ്റിംഗ് നടന്നപ്പോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഒരു സീനിയർ ഒരാള് കയറി പിടിക്കാൻ ചെന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അവിടെ മലർന്ന് കിടന്ന് തുപ്പരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഷൗട്ട് ചെയ്തതാണ്. അവര് പുറത്തിറങ്ങി പറഞ്ഞതാണ്. അപ്പൊ 2 വള്ളത്തിലും കാലിയോട്ടി നിൽക്കും ഈ ഭാഗ്യലക്ഷ്മി. അതേപോലെ തന്നെ രേവതിക്ക് 2 വർഷത്തിന് മുമ്പ് ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുത്ത ആരാ? രഞ്ജിത്ത് ഇടപെട്ടിട്ടാണ്. ആ രേവതി അഭിനയിച്ച സിനിമ പ്രാഥമിക റൗണ്ടിലാണ് അവിടുന്ന് പിന്നെ പുറത്തു പോയത്. അത് വീണ്ടും വിളിച്ചു വരുത്തി രേവതിയെ ഏറ്റവും നല്ല നടിയായി അവരോധിപ്പിച്ചു. ഇതൊക്കെ ജനത്തിന് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ജനത്തിന് അറിയില്ലെങ്കിലും ഇത് സിനിമാക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു കാര്യം ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞു തീർന്നിട്ട് മതി. അല്ല രാഹുൽ ഒറ്റ മിനിറ്റ്. അല്ല ഇവിടെ ബൈജു കൊട്ടാരക്കര എന്ന് പറയുന്ന ആൾ മാക്ട ഫെഡറേഷൻ പ്രസിഡന്റ് ആവുന്ന വീണ്ടും ഇപ്പോഴാണ്. ഇത്തരത്തിൽ സിനിമയ്ക്കകത്ത് നടത്തിയ ഒരു യുദ്ധത്തിന്റെ പേരിൽ ഒതുക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇര കൂടിയാണ് ബൈജു കൊട്ടാരക്കര, അല്ലേ? 100%. ഞാൻ മാത്രമല്ല, തിലകൻ, വിനയൻ, ശ്രീ വിനയൻ, അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള ഏതാണ്ട് 100ഓളം ആളുകൾ. ഞാൻ എന്റെ 6 സിനിമകളാണ് പോയത്. അഡ്വാൻസ് മേടിച്ച 6 സിനിമകൾ പോയി. ഏതാണ്ട് 26 ലക്ഷം രൂപയോളം അഡ്വാൻസുകൾ കൊടുത്ത് അവസാനം ബി ഉണ്ണികൃഷ്ണൻ എല്ലാം കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞു വന്ന് തിരികൊളുത്തിയ പടം പോലും ഇവർ ഷൂട്ടിങ്ങിന് തലേ ദിവസം ആർട്ടിസ്റ്റുകളിൽ നിന്ന് പിന്മാറി മുടക്കി. ആ പടം മുടക്കി. തിലകന് അവസാനം നെഞ്ചുപൊട്ടിയാണ് മനുഷ്യൻ മരിച്ചത്. ആ തിലകൻ ചേട്ടനെ ഞാനൂടെയാണ് പോയത്. അവിടെ അമ്പലപ്പുഴയില് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി പിന്നെ ഒരു നാടക ട്രൂപ്പ് തുടങ്ങി, അക്ഷരജ്വാല എന്ന് പറഞ്ഞിട്ട് ഒരു രാധാകൃഷ്ണൻ, അമ്പലപ്പുഴ രാധാകൃഷ്ണൻ CPയുടെ നേതാവാണ്. അപ്പൊ ആ തിലകൻ ചേട്ടനെ സിനിമയിൽ നിന്ന് വിലക്ക് എന്തിനാ? എല്ലാ പടങ്ങളിലും കേട്ടിട്ടുണ്ട്. അത് വിഷമകരമാണ്. അദ്ദേഹത്തിന് വീണ്ടും ശക്തമായ ഒന്ന് സിനിമ ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ. ശ്രീ തിലകനും നമ്മുടെ മഹാനടന. എന്നാൽ ഇതിനോടൊപ്പം എനിക്ക് ആ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഞാൻ പറഞ്ഞു തീർന്നില്ല, ഒരു സെക്കൻഡ്. ഞാൻ സിനിമ ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി, എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ വേട്ടക്കാരനോടൊപ്പം നിൽക്കില്ല. ആരോപിതനാണ് ഈ 2 അങ്ങനെ ആരോപിതനെന്ന് പറയാം.